ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 4 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാർഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ സെഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത് കാണാത്തവർ അത് കണ്ടിട്ട് വന്ന് ഇത് കാണാൻ, കാരണം അവിടെ ഡിസ്കസ് ചെയ്ത പോർഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ചും റെസിസ്റ്റിവിറ്റിനെ കുറിച്ചും ടെമ്പറേച്ചറിന്റെ വേരിയേഷനെ കുറിച്ചും ഒക്കെയായിരുന്നു കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ. ഒന്നിൽ കൂടുതൽ റെസിസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും. റെസിസ്റ്റൻസ് കാരണം പവർ ഹീറ്റും ഉണ്ടാവും, ഓക്കെ, ഊർജം ഉണ്ടാവും, ഓക്കെ, ചൂടുണ്ടാവും. റെസിസ്റ്റൻസ് ഒരു കമ്പി എടുത്തു വെച്ചിട്ട്, ഒരു വയർ എടുത്തു വെച്ചിട്ട് അതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ആവുകയാണെങ്കിൽ ഈ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കടത്തിവിടാനുള്ള തടസ്സം. അതിന് തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ കണ്ടിട്ട് വരിക. അപ്പൊ അങ്ങനെ അഥവാ ഞാൻ കറണ്ട് കടത്തിവിടുവാണെന്നുണ്ടെങ്കിൽ ഈ വയർ ചൂടാവും, ഓക്കെ. അപ്പോ എത്ര ചൂടാവും എന്നുള്ള കാര്യവും ആയിരിക്കും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയും. സോ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, അതിന്റെ പവർ, പിന്നെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പവറിന്റെയും ഹീറ്റിംഗിനെയും കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ, then there is a resistor. ഓക്കെ, അപ്പൊ ആദ്യം കൺസിഡർ ചെയ്യാം, ഒരു റെസിസ്റ്റർ ആണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. എപ്പോഴും റെസിസ്റ്റർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്പൈക്ക് ഉള്ള പോലെ ഒരു പിക്ചർ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മുകളിലും താഴെയുമായിട്ടുള്ളത് ഈ ഒരു പിക്ചർ. ഇപ്പോൾ ഒരു 6 റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ എനിക്കുണ്ട് എന്റെ കയ്യിൽ. അതിന് അക്രോസ് ഞാൻ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഇത് ബാറ്ററിയാണ്, ഓക്കെ. സോ ദിസ് ഇസ് എ ബാറ്ററി. സോ ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്, ഓക്കെ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ കറണ്ടിന്റെ ആരോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കറണ്ട് പോകുമ്പോഴത്തേക്കും ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഏതോ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ലൈറ്റ് ബൾബ് നിങ്ങൾ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. എന്തുകൊണ്ടാണ് ചൂടുണ്ടാവുന്നത്? കാരണം ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് കാരണം കുറച്ചൊക്കെ എനർജി ലൈറ്റ് ആയിട്ടാണ് മാറുന്നത് എന്നുണ്ടെങ്കിലും കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നത്, ഐ കറണ്ട് ആണ് അവിടെ കടന്നു പോകുന്നത്. കറണ്ട് കടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ആയാണ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോ എന്റെ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഈ റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ റെസിസ്റ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അതിലെ ഒരു ഭാഗം ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജിയായി മാറുന്നത്. അങ്ങനെ ഹീറ്റ് എനർജിയായി മാറുമ്പോഴാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ അവിടെ ഒരു ലോസ് ഇൻ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. സോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ, which is the loss in electrical energy. എത്ര ഇലക്ട്രിക്കൽ എനർജി ആണോ അവിടെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ കുറയുന്നത്, ആ ഇലക്ട്രിക്കൽ എനർജി ആണ് നമുക്ക് ഹീറ്റ് എനർജി ആയി റെസിസ്റ്ററിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എനർജി ഡെൽറ്റ ഇ എന്ന് ഞാൻ അതിൽ എഴുതുവാണ്. ഇത് ഇലക്ട്രിക്കൽ എനർജിയാണ്. സോ നമുക്കെപ്പോഴും അറിയാം, ഒരു വോൾട്ടേജും അവിടെ ഉള്ള ചാർജും തന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് Q into V ആയിരിക്കും. Q is the charge and V is the voltage. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു തരാം. പക്ഷെ ആസ് ഓഫ് നൗ മനസ്സിലാക്കാം, എപ്പോഴും വോൾട്ടേജും ചാർജും തന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വർക്ക് ഡൺ അല്ലെങ്കിൽ അവിടെയുള്ള എനർജി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ചാർജ് ഇൻറ്റു വോൾട്ടേജ് ചെയ്താൽ മതി, Q into V ചെയ്താൽ മതി. അപ്പോ ഈ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എനർജി, ആ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഉണ്ടാകുന്ന ചാർജ് Q, അവിടെ ഉണ്ടാകുന്ന ചാർജിന് ഞാൻ Q എടുക്കുകയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി കൂടെ കടന്നു പോകുന്ന ചാർജിന് Q എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q into VB minus VA, ഈ അറ്റത്ത് VB ഇപ്പോഴത്തെ അറ്റത്ത് V ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് VB minus V, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VB minus V ആയിരിക്കും. അപ്പൊ അതായിരിക്കും എന്റെ ഇലക്ട്രിക്കൽ എനർജിയുടെ ചേഞ്ച്. എത്ര ചേഞ്ച് ആയ ഇലക്ട്രിക്കൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ലോസ് ഇൻ ഇലക്ട്രിക്കൽ എനർജി, ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എനർജി തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി. ഇനി ശ്രദ്ധിക്കാം, എപ്പോഴും ഒരു റെസിസ്റ്ററിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ
ഇപ്പുറത്തെ എൻഡിന് ഉള്ളതിനെക്കാട്ടിലും കുറവായിരിക്കും ഇപ്പുറത്തെ എൻഡിനുള്ള വോൾട്ടേജ്. കാരണം വോൾട്ടേജ് കുറയുമ്പോൾ എവിടെ നിന്നാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ നിന്നും ഒരു കുറഞ്ഞ വോൾട്ടേജിലോട്ട് മാത്രമേ കറണ്ട് പോകത്തുള്ളൂ. ഞാനൊരു വയർ എടുത്തു, ഇപ്പുറത്തെ സൈഡിൽ വോൾട്ടേജ് കൂടുതൽ ഇപ്പുറത്തെ സൈഡിൽ വോൾട്ടേജ് കുറവ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും കറണ്ട് ഫ്ലോ ചെയ്ത് അങ്ങോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ എപ്പോഴും VA VB-നെക്കാട്ടിലും കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ കറണ്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. ഒബ്വിയസ്ലി, കാരണം ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പോസിറ്റീവ് സൈഡിലുള്ള റെസിസ്റ്ററിന്റെ സൈഡിൽ വോൾട്ടേജ് കൂടുതലും നെഗറ്റീവ് സൈഡിലുള്ള റെസിസ്റ്ററിന്റെ വോൾട്ടേജ് കുറവും ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് VB is less than VA എന്ന് എഴുതാം, അല്ലെങ്കിൽ VA is greater than VB എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VB മൈനസ് VA എന്നുള്ളത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, VA എന്ന് പറയുന്നത് ഞാൻ പറയുവാണ് 5 എന്ന് പറയുവാണ്, VB എന്ന് പറയുന്നത് ഞാൻ പറയുവാണ് 3 എന്ന് പറയുവാണ്. ഓക്കെ, കുറഞ്ഞു വോൾട്ടേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VB മൈനസ് VA 3 മൈനസ് 5 -2. അപ്പൊ അങ്ങനെ VB മൈനസ് VA എപ്പോഴും ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഓൾവേസ് ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ഓഫ് ഡെൽറ്റ ഇ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ഇ ഓൾറെഡി ഒരു നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഓഫ് എ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു Q എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു വോൾട്ടേജ് ആണ്. അത് തന്നെയായിരിക്കും. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ എനർജി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് എ നെഗറ്റീവ് അവിടെ ഹീറ്റ് എനർജി ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കും വരിക, വിച്ച് ഇസ് Q ഇൻറ്റു V. ഇനി Qനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞായിരുന്നു, കറണ്ട് എന്ന് പറയുന്നത് ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുക? അവിടെ എത്ര ചാർജ് കടന്നു പോകുന്നു ഡിവൈഡഡ് ബൈ എത്ര സമയം എന്നുള്ളതിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോ ഓഫ് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്നുള്ളതാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ടിനെ നമുക്ക് I ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T എന്ന് എഴുതാം. Qനെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Qനെ എനിക്ക് I ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടൈം ആണ്. സോ Q എഴുതണമെന്നുണ്ടെങ്കിൽ ഈ Qന് പകരം എനിക്ക് I ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ എനിക്ക് ഹീറ്റ് എനർജി എഴുതാൻ ഈ Qന് പകരം I ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ I ഡെൽറ്റ ടി ഇൻറ്റു V എന്ന് എനിക്ക് എഴുതാം. ശരിയാണോ? I ഡെൽറ്റ ടി ഇൻറ്റു V എന്ന് എനിക്ക് എഴുതാം. ഇനി ഓർക്കുക, ഓംസ് ലോ പ്രകാരം നമ്മൾ ഓംസ് ലോ സെക്കൻഡ് സെഷനിൽ നമ്മൾ ഓംസ് ലോ പറഞ്ഞായിരുന്നു. അപ്പൊ ഓംസ് ലോ പറയുന്നത് ഒരു സ്ഥലത്തുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റു അവിടുത്തെ കറണ്ട് ആയിരിക്കും. V ഈക്വൽ ടു I ഇൻറ്റു R എന്നായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്, അല്ലെങ്കിൽ R ഈക്വൽ ടു V ബൈ I എന്നായിരുന്നു പഠിച്ചത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് V ഈക്വൽ ടു I ഇൻറ്റു R എന്നാണ്. അപ്പോ ഇവിടെ ഉള്ള Vന് പകരം എനിക്ക് I ഇൻറ്റു R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വെച്ചു? ഒരു I ഓൾറെഡി ഉണ്ട്, ഇവിടെ I ഇൻറ്റു R. അപ്പൊ I സ്ക്വയർ ഡെൽറ്റ ടി ഇൻറ്റു R എന്ന് എഴുതാം. ഓക്കെ, സോ I ഡെൽറ്റ ടി ഇൻറ്റു V ഇത് ഹീറ്റ് എനർജി ആയിരിക്കും. അല്ലെങ്കിൽ Vന് IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I സ്ക്വയർ ഡെൽറ്റ ടി ഇൻറ്റു R എന്നുള്ളതും ഹീറ്റ് എനർജി തന്നെയാണ്. വേറെ ഒന്നും ചെയ്തില്ല, ഇതിനെ എടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഓംസ് ലോ വെച്ചിട്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ V ഡെൽറ്റ ടി ഉണ്ട്, ഐന് പകരം ഞാൻ V ബൈ R എന്ന് എഴുതുവാണ്. I ഈക്വൽ ടു V ബൈ R. ഇത് ഓംസ് ലോ തന്നെയാണ്. ഓംസ് ലോനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐന് പകരം ഈ R ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ V ഡിവൈഡഡ് ബൈ R. അപ്പൊ ഐന് പകരം V ഡിവൈഡഡ് ബൈ R ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി V ഡിവൈഡഡ് ബൈ R ഇവിടെ എഴുതുവാണ്. അപ്പൊ ഓൾറെഡി ഒരു V ഉണ്ട്, V സ്ക്വയർ ആയി V സ്ക്വയർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ R എന്നായി. V സ്ക്വയർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ R. അപ്പോ ഒരു റെസിസ്റ്ററിൽ കൂടെ I കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ V വോൾട്ടേജ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിക്ക് നമുക്ക് 3 രീതിയിൽ ഇക്വേഷൻ പറയാം. ഒരൊറ്റ ഇക്വേഷൻ തന്നെ, ഒരൊറ്റ എക്സ്പ്രഷൻ തന്നെയാണ്. ആ എക്സ്പ്രഷനെ ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ 3 ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഒറ്റ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? ചാർജ് ഇൻറ്റു ചേഞ്ച് ഇൻ വോൾട്ടേജ് തന്നെയാണ് അവിടുത്തെ ഹീറ്റ് എനർജി. അപ്പൊ ചാർജ് ഇൻറ്റു ചേഞ്ച് ഇൻ വോൾട്ടേജിന് പകരം എനിക്ക് ചാർജിന് പകരം എനിക്ക് I ഇൻറ്റു ടി, കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പോ I ഡെൽറ്റ ടി V എന്നുള്ളതാണ് അവിടുത്തെ ആദ്യത്തെ എക്സ്പ്രഷൻ. ഇനി ഓംസ് ലോ വെച്ചിട്ട് Vനെ എനിക്ക് I ഇൻറ്റു R എന്ന് എഴുതി കഴിഞ്ഞാൽ H ഈക്വൽ ടു I സ്ക്വയർ R ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഐനെ V ബൈ R എന്ന് ഓംസ് ലോ വെച്ചിട്ട് എഴുതുമ്പോഴത്തേക്കും V സ്ക്വയർ ഡെൽറ്റ ടി
ഡിവൈഡഡ് ബൈ ആർ എന്നും എനിക്ക് ഹീറ്റ് എനർജിനെ എഴുതാം. ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷന്റെ പേരാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പൊ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഒരു റെസിസ്റ്ററിൽ കൂടെ റെസിസ്റ്ററിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 2 ends ഓഫ് എ റെസിസ്റ്റർ, ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിന് 2 ends ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു കറന്റ് കടന്നു പോകും. അങ്ങനെ കറന്റ് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുന്നതായിരിക്കും. ആ ഹീറ്റ് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഈ 3 എക്സ്പ്രഷനും നമ്മൾ എഴുതിയത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഇനി നമ്മൾ ഹീറ്റ് എനർജി പറഞ്ഞു. ഓക്കെ, സോ ഓൾവേസ് എനർജി പറയുമ്പോഴത്തേക്കും എനർജി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ ഒരു പ്രോപ്പർട്ടിയാണ് പവർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. സോ എനർജി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പവർ എപ്പോഴും പവർ വിൽ ബി ഈക്വൽ ടു എനർജി ബൈ ടൈം. ഇത് നമ്മൾ വർക്ക് പവർ എനർജി എന്ന് പറഞ്ഞ +1 ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ പവർ എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ പറയുവാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പവർ എന്താണ് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നിന്നും ഇവിടെ വരെ മൂവ് ചെയ്യണം. ഓക്കെ, ഇത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം, എന്റെ കയ്യിലെ നീളം 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോ ഈ ഒബ്ജക്റ്റിനെ 1 മീറ്റർ ഞാൻ നീക്കി. ഓക്കെ, അങ്ങനെ നീക്കാൻ എനിക്ക് 10 ജൂൾ എനർജി വേണമായിരുന്നു. എന്റെ കയ്യിൽ നിന്നും എനർജി ഉണ്ട്, എനർജി ഇല്ലാതെ ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒബ്ജക്റ്റിന് ഒരു വെയിറ്റ് ഉണ്ട്, ഈ ഒബ്ജക്റ്റിനെ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു എനർജി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോ 10 ജൂൾ എനർജി വെച്ച് ഞാൻ ഇതിന് 1 മീറ്റർ നീക്കി. ആ നീക്കിയത് ലെറ്റ്സ് സേ 10 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ നീക്കിയത്. ഓക്കെ, അപ്പൊ എനിക്ക് പവർ കുറവാണ്. അതേ സാധനം ഇപ്പൊ 10 സെക്കൻഡ് കൊണ്ട് നീക്കിയ അതേ എനർജി, അതേ 10 ജൂൾ ഞാൻ 1 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് നീക്കും. ഓക്കെ, എപ്പോഴാണ് പവർ കൂടുതൽ വരിക? പെട്ടെന്ന് നീക്കുമ്പോഴാണ് പവർ കൂടുതൽ വരുന്നത്. കാരണം എനിക്ക് കൂടുതൽ പവർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് നീക്കാൻ പറ്റിയത്. അപ്പോ എനർജി എത്ര സമയം കൊണ്ട് ആ എനർജീനെ ചെയ്തു തീർത്തു എന്നുള്ളതാണ് പവർ. ഞാൻ 10 സെക്കൻഡ് കൊണ്ട് നീക്കിയാൽ ഞാൻ പതുക്കെ നിൽക്കുന്നത്, എനിക്ക് കുറച്ച് പവറേ ഉള്ളൂ, എന്റെ പവർ കുറവാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് നീക്കി, എനിക്ക് ഭയങ്കര പവർ ഉണ്ട്. ഓക്കെ, അപ്പോ എനർജി എത്ര സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ ഓഫ് എനർജി ആൻഡ് ടൈം ഈസ് ഓൾവേസ് കോൾഡ് പവർ. ഓക്കെ, അപ്പോ എനർജി നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിൽ നിന്നും നമുക്ക് എനർജി കിട്ടി. എനർജി I ഡെൽറ്റ ടി വി, അല്ലെങ്കിൽ I²R × ഡെൽറ്റ ടി, അല്ലെങ്കിൽ V × ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ R എന്ന് 3 എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഡെൽറ്റ ടിനെ ഇതിനെ ഈ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? കാരണം എപ്പോഴും എനർജി ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടൈം, വിച്ച് ഇസ് ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന സാധനം. ഡെൽറ്റ എച്ച് തന്നെയാണ് ഈ 3 എക്സ്പ്രഷനും പറഞ്ഞത്. അപ്പൊ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും എനിക്ക് പവർ എന്ന് പറഞ്ഞ സാധനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി? I ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ I × V ആയി. ഓക്കെ, അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു അവിടെ ഉള്ള കറന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സ്പ്രഷൻ എനിക്ക് അതേപോലെ ചെയ്യാം, അല്ലെ? ബൈ ഓംസ് ലോ. വീണ്ടും ഞാൻ ഇതിൽ ഓംസ് ലോ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ ഐന് പകരം എനിക്ക് V/R എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇവിടെ നിന്നും ക്ക് പകരം V/R × V എന്ന് എഴുതാം, വിച്ച് ഇസ് V² ഡിവൈഡഡ് ബൈ R. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ V² ഡിവൈഡഡ് ബൈ R. അല്ലെങ്കിൽ ഓംസ് ലോ വെച്ചിട്ട് ഈ വിനെ എനിക്ക് I × IR എന്ന് എഴുതാം ഓംസ് ലോ പ്രകാരം. ഓക്കെ, അപ്പൊ I²R ആയി. ഇവിടെ എഴുതിയ പോലെ തന്നെയാണ്. ഓക്കെ, സോ ഹീറ്റിന് നമുക്ക് എല്ലാം ഡെൽറ്റ ടി ഉണ്ടെങ്കിൽ പവറിന് ഡെൽറ്റ ടി ഇല്ല. അപ്പൊ ഹീറ്റ് പറയുമ്പോൾ I ഡെൽറ്റ ടി × R, പവർ പറയുമ്പോൾ IR. സോറി, I ഡെൽറ്റ ടി × V, പവർ പറയുമ്പോൾ IV. നെക്സ്റ്റ് ഹീറ്റ് പറയുമ്പോൾ I²R × ഡെൽറ്റ ടി, പവർ പറയുമ്പോൾ I²R. നെക്സ്റ്റ് ഹീറ്റ് പറയുമ്പോൾ V² T ഡിവൈഡഡ് ബൈ R, പവർ പറയുമ്പോൾ V² ഡിവൈഡഡ് ബൈ R എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഒരു റെസിസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയും അവിടെ ഉണ്ടാവുന്ന പവർ. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ട്രാൻസ്മിഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്ലഗ് പോയിന്റിലെല്ലാം വരുന്നത് AC കറന്റ് ആണ്. ഓക്കെ, DC കറന്റ് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യാറില്ല. അപ്പൊ അതിന് ഒരു റീസൺ ഉണ്ട്. ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധനം തന്നെ പലപ്പോഴും നമുക്ക് ലോസസ് ഇൻവോൾവ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയുവാണ്, എനിക്ക് ഞാനിപ്പോ ട്രിവാൻഡ്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നമുക്ക് പേപ്പാറ ഡാം ഉണ്ട്. ലെറ്റ്സ് ഇത് പേപ്പാറ ഡാം ആണ്. അവിടെ ഒരു പവർ ഹൗസ് ഉണ്ട്. ഓക്കെ, പേപ്പാറ ഡാം പവർ ഹൗസ് ആണ്. ഓക്കെ,
ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ നിൽക്കുവാണ്. അപ്പോ ഇത് എന്റെ വീടാണ്. ഓക്കെ, സോ പേപ്പാറ ഡാം പവർ ഹൗസിൽ നിന്നും ഒരു ട്രാൻസ്ഫോമറിലോട്ട് ഈ ഇലക്ട്രിസിറ്റി പോയി നേരെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ട്രാൻസ്ഫോമറിൽ വന്ന് പിന്നെ എന്റെ വീട്ടിലോട്ട് കറണ്ട് വരുവാണ്. അപ്പോ ഇതൊരു നല്ല ദൂരമാണ്. ഓക്കെ, മേ ബി 30 കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ചോളാം. ഓക്കെ, അപ്പോ ഇവിടെ നിന്നും ഇവിടോട്ട് ഇത് ട്രിവാൻഡ്രം സിറ്റി. ഓക്കെ, അപ്പോ പേപ്പാറ ഡാം പവർ ഹൗസിൽ നിന്നും ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് എനിക്ക് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കടത്തി എന്റെ ഇലക്ട്രിസിറ്റിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വയറായിരിക്കും. സാധാരണ ഒന്നെങ്കിൽ കോപ്പർ വയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അലോയ്സ് ഉപയോഗിക്കാം, അലുമിനിയം ഉപയോഗിക്കാം, ഏതെങ്കിലും ഒരു വയർ ഉപയോഗിക്കും. അപ്പൊ ആ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, എപ്പോഴും ഈ വയറിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഈ ദൂരം കൂടുന്തോറും ആ റെസിസ്റ്റൻസ്, നമ്മളിപ്പോ പറഞ്ഞ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിൽ എന്താ പറഞ്ഞത്, ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു. കറണ്ട് ആണല്ലോ നമ്മൾ കടത്തി വിടുന്നത്. അപ്പൊ ആ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും. ഓക്കെ, ഈ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ പറഞ്ഞത് ഡെൽറ്റ ഇ തന്നെയാണ്. നെഗറ്റീവ് ഓഫ് ഡെൽറ്റ ഇ തന്നെയാണ്. എത്രയാണോ ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടുന്നത് അത് തന്നെയാണ് അവിടെ ഹീറ്റ് എനർജി ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോ ഇവിടെ ഉണ്ടാവുന്ന ഈ ട്രാൻസ്മിഷൻ, ഈ ലൈനിൽ കൂടെ 10-30 കിലോമീറ്റർ ഒത്തിരി ദൂരമാണ് നമ്മൾ കടത്തി വിടുന്നത് ഈ ഇലക്ട്രിസിറ്റിനെ. അപ്പൊ അത്രയും ദൂരം ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അവിടെ ഒരുപാട് ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയുടെ നഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 100 ജൂൾസ് എനർജി ഞാൻ ഉണ്ടാക്കി. ഓക്കെ, ഞാൻ ഇത് കടത്തി വിടുമ്പോഴത്തേക്കും 30 ജൂൾ എനർജി ഹീറ്റ് ആയിട്ട് മാറി. അപ്പൊ ബാക്കി എനിക്ക് ഇവിടെ കിട്ടുന്ന ഇലക്ട്രിസിറ്റി എത്രയായിരിക്കും കിട്ടുന്നത്? 70 ജൂൾ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ ഒരു ഹീറ്റ് ലോസ് ഉണ്ട്. ശരിയാണോ? അപ്പോ ആ ഹീറ്റ് ലോസിന് അവിടെ ഉണ്ടാകുന്ന ഒരു പവർ ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഹീറ്റ് ലോസിനെ പെർ ടൈം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പവർ ലോസ് ഉണ്ട്. ഹീറ്റ് ലോസ് എന്ന് പറയാം. ഹീറ്റ് ലോസ് പെർ ടൈം ഞാൻ പറയുവാണ് പവർ ലോസ്. അങ്ങനെയാണെങ്കിൽ ആ പവർ ലോസ് എന്ന് പറയുന്ന I² ഇൻറ്റു, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, I² R ആണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് RC എന്നെടുത്തോളാം. R കണ്ടക്ടർ എന്ന് പറയുവാണ്, RC എന്നെടുത്തോളാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് എന്ന് പറയുന്ന ഹീറ്റ് പവർ എന്ന് പറയുന്നത്, ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്, പവർ ലോസ് എന്ന് പറയുന്നത് I² RC ആയിരിക്കും. ഇത്രയും പവർ ആയിരിക്കും പെർ ടൈം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി ദൂരം കൊണ്ടുപോകുമ്പോൾ കുറെ സമയമെടുക്കും. അങ്ങനെ കുറെ ഹീറ്റ് എനർജി നമുക്ക്, കുറെ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, RC is the resistance of the wire. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, ഈ I² പകരം എനിക്ക് എന്തെഴുതാം? സോ എപ്പോഴും നമ്മൾ പറഞ്ഞു P equal to V into I എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞു I into V എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് I നെ എങ്ങനെ എഴുതാം? P by V എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഐന് പകരം ഞാൻ P/V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് PC ഈക്വൽ ടു P² ഡിവൈഡഡ് ബൈ V². I² പകരം P/V എഴുതി. അപ്പോൾ P² ഡിവൈഡഡ് ബൈ V² ഇൻറ്റു RC എന്നതാണ്. ഇതാണ് എന്റെ ഹീറ്റ് പവർ ആയിട്ട് ലോസ് ആവുന്ന ഹീറ്റ് ലോസ് എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ. ഇനി ഇതിൽ ശ്രദ്ധിക്കാം, ഇതിൽ ഡിനോമിനേറ്റർ വരുന്നത് വോൾട്ടേജിന്റെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ശരിയാണോ? വോൾട്ടേജിന്റെ സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അപ്പോ ഈ ഹീറ്റ് ലോസ് എനിക്ക് കുറയ്ക്കണം. എനിക്ക് ഈ 100 ജൂൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, 30 ജൂൾ ഹീറ്റ് എനിക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു. 30 ജൂൾ പോകണ്ട, എനിക്ക് അതിനെ 10 ജൂൾ ആക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഇവിടെ 90 ജൂൾ ഇലക്ട്രിക്കൽ എനർജി കിട്ടുമായിരുന്നു. അപ്പൊ എത്രത്തോളം ഈ ഹീറ്റ് ലോസ് എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോ എനിക്ക് PC കുറയ്ക്കണം. PC കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 വഴിയുണ്ട്. ഒന്ന്, ഈ വോൾട്ടേജ് എനിക്ക് കുറയ്ക്കാം. വോൾട്ടേജ് കൂട്ടാം. വോൾട്ടേജ് ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്. വോൾട്ടേജ് കൂട്ടുന്തോറും ആദ്യം 5 വോൾട്ട് ആണ് എനർജി ഉള്ളതെന്നുണ്ടെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ 5² 25 ആണ് വരുന്നത്. അതായത് ഞാൻ 100 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 100² 10,000 ആണ് താഴെ വരുന്നത്. അപ്പൊ വോൾട്ടേജ് കൂട്ടുന്തോറും ഈ PC എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് റെസിസ്റ്റൻസ് കുറയ്ക്കാം. ഓക്കെ,
അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്മിഷനിൽ നടക്കുന്ന ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, പക്ഷെ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പവർ ട്രാൻസ്മിഷൻ ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ പോസ്റ്റിലൊക്കെ നിങ്ങളുടെ വീട്ടിന് പുറത്തുള്ള പോസ്റ്റൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 പോസ്റ്റിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇലക്ട്രിക്കൽ വയർ പോകുന്നുണ്ടാവും. അപ്പൊ ആ ഇലക്ട്രിക്കൽ വയർ എന്ന് പറയുന്നത് പലപ്പോഴും അലുമിനിയം അങ്ങനെയുള്ള അലോയ്സ് കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ കോപ്പർ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഇത്തിരി കൂടെ കുറയ്ക്കാം. മേ ബി സിൽവർ കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ കുറയ്ക്കാം. പക്ഷെ സിൽവറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി നല്ല മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. കാരണം റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയലിന് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജിനെ അങ്ങ് കൂട്ടാം. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ഈ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഒരു ഡാം ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട്, അവിടെ ഉണ്ടാവുന്ന പവർ ഹൗസ് എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വയ്ക്കും. ഓക്കെ, ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടേജിനെ കൂട്ടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഈ ഡിനോമിനേറ്റർ കുറയുന്നു, ഡിനോമിനേറ്റർ കൂടുന്നു, അപ്പോൾ പവർ ലോസ് കുറയുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ട്രാൻസ്ഫോമറിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടായിട്ട് വോൾട്ടേജ് കുറച്ചിട്ടായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രെയിനിലൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റും, ഈ പവർ ട്രാൻസ്മിഷൻ ലൈൻ എല്ലാം ഭയങ്കര ഉയരത്തിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ഉയരത്തിലായിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് ഹൈറ്റ് കൂട്ടി വെക്കുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വോൾട്ടേജ് ഭയങ്കരമായി കൂട്ടിയായിരിക്കും ട്രാൻസ്മിഷൻ ചെയ്യേണ്ടത്. അതിന്റെ റീസൺ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഹീറ്റ് ലോസ് ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് P²/V² ആണ്. അപ്പോൾ അവിടെ വോൾട്ടേജ് ഒന്നെങ്കിൽ നമുക്ക് RC കുറയ്ക്കാം. ഈ പവറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പവർ എത്ര ജനറേറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ. RC ഒന്നെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടാം. RC കുറയ്ക്കാൻ നമുക്ക് വഴിയില്ല, അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂട്ടും. അങ്ങനെ വോൾട്ടേജ് കൂട്ടാൻ AC-ക്ക് എളുപ്പമാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് എളുപ്പമാണ്, DC-ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ നമ്മുടെ ഔട്ട്ലെറ്റിലെല്ലാം വരുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടായി ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമ്മൾ നോക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ് നോക്കിയത്. പവർ എന്ന് പറയുന്നത് I²R ആണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് I² RC, where RC is the resistance of the wire. ആ I² നമുക്ക് ഇപ്പം നേരത്തെ പഠിച്ച P = V/I എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് ഐനെ നമുക്ക് P/V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ PC, അതായത് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത്, ഹീറ്റ് പവർ ലോസ് എന്ന് പറയുന്നത് P²/V² RC എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ AC ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലോട്ട് നോക്കാം. ഇനി ഒന്നിൽ കൂടുതൽ റെസിസ്റ്ററിനെ ഞാൻ ഉപയോഗിക്കുകയാണ്. ലെറ്റ്സ് സേ ഇതൊരു റെസിസ്റ്ററാണ്, ഇതൊരു റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിനെ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റെസിസ്റ്റർ ബിഹേവ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നു. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, തടസ്സമുണ്ട്, കറണ്ട് കടന്നു പോകാൻ. അതിന് തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓരോ മെറ്റീരിയലിനും ഓരോ പോലെ ആയിരിക്കും തടസ്സം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ മെറ്റീരിയൽ കൂടെ ഒരു R1 റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് വേറൊരു മെറ്റീരിയൽ ആണ്, ഇതിനൊരു R2 റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് രണ്ടിനെയും ഞാൻ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ഈ കണക്ഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്നെന്ന് പറയുന്നത് സീരീസ് കണക്ഷൻ, ഓക്കെ, സീരീസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ. രണ്ടാമത്തെന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ. ഓക്കെ, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സീരീസ് കണക്ഷൻ, ഒന്ന് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ കുറെ റെസിസ്റ്റർ എടുത്ത് വെച്ച് അതിനിങ്ങനെ വരിയായി കണക്ട് ചെയ്ത് പോകും. ഓക്കെ, എന്റെ കൈ ഒരു റെസിസ്റ്റർ ആണെന്ന് വിചാരിച്ചാൽ ഇത് കണക്ട് ചെയ്തു, അതിന്റെ അടുത്ത് തന്നെ ഇത് കണക്ട് ചെയ്തു, അതിന്റെ അടുത്ത് തന്നെ ഇത് കണക്ട് ചെയ്തു. അപ്പൊ അതേപോലെ കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ R1 കണക്ട് ചെയ്തു, കൂടെ തന്നെ അവിടെ തന്നെ ആ ലൈനിൽ തന്നെ R2 കണക്ട് ചെയ്തു, ആ ലൈനിൽ തന്നെ R3 കണക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെ റെസിസ്റ്റൻസ് അളക്കുവാണ്. ഓക്കെ, മൂന്ന് റെസിസ്റ്റർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ റെസിസ്റ്റർ, എത്ര റെസിസ്റ്റർ ആണ് അത്രയും റെസിസ്റ്റർ ഞാൻ കൂട്ടി വെച്ചു. എന്നിട്ട് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഞാൻ റെസിസ്റ്റൻസ് അളക്കുവാണ്. എനിക്കറിയാം ഈ ഒരു റെസിസ്റ്റർ മാത്രം ഞാൻ അളക്കുവായിരുന്നെങ്കിൽ R1 ആയിരുന്നു, ഈ ഒരു റെസിസ്റ്റർ മാത്രം അളക്കുവാണെങ്കിൽ R2 ആയിരുന്നു. പക്ഷെ ഞാൻ ഇത് രണ്ടിനെയും കൂട്ടി വെച്ചിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അളക്കുവാണെങ്കിൽ എത്ര റെസിസ്റ്റൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ആ റെസിസ്റ്റൻസിനെ എനിക്ക് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്ന R1 10 ഓം ആണ്, ഇത് 10 ഓം ആണ്.
ഇത് 5 ഓം ആണ്, R2 5 ഓം ആണ്, 5 ohms. ഓക്കെ, അപ്പോ ഇത് രണ്ടിനെയും ഞാൻ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ഇത് മുതൽ ഇതുവരെയുള്ള റെസിസ്റ്റൻസ് അളന്നു കഴിഞ്ഞാൽ 10 + 5 ആയിരിക്കും, 15 ആയിരിക്കും എനിക്കുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഇനി സീരീസ് കോമ്പിനേഷനിലുള്ള 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സീരീസ് കോമ്പിനേഷൻ ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആ സർക്യൂട്ടിലുള്ള, അപ്പോൾ ഈ ടോട്ടൽ സാധനത്തിനാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്ററി മുതൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് തിരിച്ച് ബാറ്ററിയുടെ നെഗറ്റീവിൽ വന്ന് കണക്ട് ചെയ്യുന്നു. ആ ഹോൾ സാധനത്തിന് നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് സർക്യൂട്ടിലുള്ള കറന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കറന്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വോൾട്ടേജ് നോക്കാം നമുക്ക്. വോൾട്ടേജ് എപ്പോഴും ഓരോ റെസിസ്റ്ററിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, R1ൽ V1 വോൾട്ടേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ കറണ്ട് പുറത്തിറങ്ങി R2ൽ പോകുമ്പോൾ അവിടെ വോൾട്ടേജ് V2 ആയി മാറി. അത് കഴിഞ്ഞ് R3ൽ കയറുമ്പോൾ അവിടെ വോൾട്ടേജ് V3 ആയി മാറി. ഇനി ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സം ഓഫ് ഓൾ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ V, അതായത് ഈ ബാറ്ററിയിൽ നിന്നാണല്ലോ വോൾട്ടേജ് വരുന്നത്. ബാറ്ററി 5 വോൾട്ട് ആണെന്ന് വെക്കാം. അപ്പൊ ഈ 5 വോൾട്ട് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇതിന്റെ സം ആയിരിക്കും. V1 + V2 + V3 പ്ലസ് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും. അപ്പൊ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R എന്ന് പറയുന്നത് R1 + R2 + R3 + etc. up to Rn, n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. കറന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിലും ഡിഫറെന്റ് ആയിരിക്കും. ഫൈനൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഓരോ റെസിസ്റ്ററിലുള്ള വോൾട്ടേജിന്റെ സം ആയിരിക്കും. ഓക്കെ, അപ്പൊ V എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് അക്രോസ് ദ കോമ്പിനേഷൻ, മൊത്തം കോമ്പിനേഷനിൽ എത്ര വോൾട്ടേജ് വരുന്നു അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് എഴുതാം. ഓക്കെ, Vn എന്ന് പറയുന്നത്, അതായത് V1 എന്ന് പറയുന്നത് Vn എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ആണ്. അപ്പൊ V1 എന്ന് പറയുന്നത് R1ലുള്ള വോൾട്ടേജ് ആണ്, V2 എന്ന് പറയുന്നത് R2ലുള്ള വോൾട്ടേജ് ആണ്, V3യിലുള്ളത് R3യിലുള്ള വോൾട്ടേജ് ആണ്. ഇങ്ങനെ ഓരോ റെസിസ്റ്ററിലും ഓരോ വോൾട്ടേജ് ആയിരിക്കും. അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോട്ട് വരാം, പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നിനും പാരലായി മറ്റൊന്ന്. ഓക്കെ, ഒന്നിനും പാരലായി മറ്റൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ബാറ്ററി ഉണ്ട്, ബാറ്ററിയിൽ നിന്നും സർക്യൂട്ട് വരുവാണ്, എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഇതിനെ ബ്രാഞ്ച് ചെയ്യും നമ്മൾ. ഓക്കെ, 3ആയി തിരിക്കും ഈ സർക്യൂട്ടിന്. 3അല്ല, എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയുമായി തിരിക്കും. ഓക്കെ, അപ്പോ ആദ്യം ഇവിടെ വന്നു. ഓക്കെ, ഇത് R1, ഇത് ഒരെണ്ണം പോയി R2, മൂന്നാമതൊരു ബ്രാഞ്ച് വന്നു R3, എന്നിട്ട് ഈ 3 ബ്രാഞ്ചും വീണ്ടും കൂട്ടിച്ചേർന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള റെസിസ്റ്റൻസ്, നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നെറ്റ് റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റത്തില്ല, പകരം റെസിപ്രോക്കൽ ഓഫ് നെറ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ 1/R വിൽ ബി ഈക്വൽ ടു ആദ്യം 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര അപ് ടു n. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2 റെസിസ്റ്റൻസ് ഉണ്ട്. R1 10 വോൾട്ട് ആണ്, 10 ഓം ആണ്, R2 5 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1/5 പ്ലസ് 1/10 ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1/5 പ്ലസ് 1/10 എന്ന് പറയുന്നത് 3/10 ആണ്. ഓക്കെ, 3/10. അപ്പോ റെസിസ്റ്റൻസ് പറയുന്നത് ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോ നെറ്റ് റെസിസ്റ്റൻസ് പറയുന്നത് 3/10ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 10/3 ആയിരിക്കും. മനസ്സിലായോ? അപ്പോ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പാരലൽ ആണെങ്കിൽ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര അപ് ടു 1/Rn. നേരത്തെ വോൾട്ടേജും റെസിസ്റ്റൻസും ഈ സീരീസ് കോമ്പിനേഷൻ നമ്മൾ വോൾട്ടേജും കറണ്ടും നമ്മൾ സീരീസ് കോമ്പിനേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ പാരലലും വോൾട്ടേജും കറണ്ടും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പാരലലിൽ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഏതൊരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ ഉപകരണങ്ങളും, വീട്ടിൽ ഇപ്പൊ ബൾബ് കത്തിക്കുന്നു, ഫാൻ കത്തിക്കുന്നു, ഓക്കെ, ഇതെല്ലാം പാരലലിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വീട്ടിന്റെ മെയിൻ ആണെന്ന് വിചാരിക്കുക. ഇത് വീട്ടിന്റെ മെയിൻ വന്നിട്ട് ഒരെണ്ണം, ഇത് ഒരെണ്ണം ബൾബ്, ഇത് ഒരെണ്ണം ഫാൻ, ഇത് വേറൊരു ബൾബ്, അങ്ങനെ എല്ലാം പാരലലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ എവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഒരു പ്ലഗ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ട്സ് തന്നെ ആയിരിക്കും.
ശരിയാണോ? ഏത് പ്ലഗിലും 240 വോൾട്സ് തന്നെ ആയിരിക്കും. കാരണം എന്താ, ആ പാരലൽ കോമ്പിനേഷൻ ഇരിക്കുമ്പോൾ വോൾട്ടേജ് അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണത്തിനും 240 വോൾട്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി കറണ്ട് വരുമ്പോഴും നേരത്തെ വോൾട്ടേജിന്റെ സം ആയിരുന്നു ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു. ഇവിടെ കറണ്ടിന്റെ സം ആയിരിക്കും ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. എന്ന് പറഞ്ഞാൽ ഈ R1 ൽ ഒരു I1 കറണ്ട് ഉണ്ടാവും, R2 ൽ ഒരു I2 കറണ്ട് ഉണ്ടാവും, R3 ൽ ഒരു I3 കറണ്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ കറണ്ട് ഇവിടെ ഈ ബാറ്ററിയിൽ നിന്നും ഇറങ്ങുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് എക്സെട്ര അപ് ടു n ചെയ്താൽ മതി. വേർ I ഈസ് ദി ടോട്ടൽ കറണ്ട് അക്രോസ് ദി കോമ്പിനേഷൻ ഓർ സർക്യൂട്ട് ആൻഡ് I എന്ന് പറയുന്നത് nth റെസിസ്റ്ററിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്ററിലുള്ള കറണ്ട്, I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റെസിസ്റ്ററിലുള്ള കറണ്ട്, I3 എന്ന് പറഞ്ഞാൽ തേർഡ് റെസിസ്റ്ററിലുള്ള കറണ്ട് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുവാണ്, ഒരു സർക്യൂട്ട് പറയുവാണ്, ഇങ്ങനെ വന്നു, ബ്രാഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ബ്രാഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും പാരലൽ ആണ്. ഒരു പാരലൽ സർക്യൂട്ട് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു പാരലൽ സർക്യൂട്ടിന്റെ അകത്ത് ഒരു സീരീസ് സർക്യൂട്ട്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്, സീരീസിന്റെയും പാരലലിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ്, നേരത്തെ പറഞ്ഞ ഇതിന് 5, ഇതിന് 10, ഇതിന് 15 എന്ന് വിചാരിച്ചോളാം. ഇതാണ് ഓരോന്നിന്റെ റെസിസ്റ്റൻസ്. 5 ഓം 10 ഓം എപ്പോഴും യൂണിറ്റ് എഴുതാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഈ സീരീസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സീരീസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 10 + 5 15. ഓക്കെ, ഇനി അതിനെ ഒറ്റ റെസിസ്റ്റൻസ് ആയി എടുത്തോണ്ട് അതിനെയും മറ്റതിനെയും പാരലൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 15 ഓംസ് ആയി. ഇനി പാരലൽ രണ്ട് 15 ഓം ഉണ്ട്. അപ്പൊ 1/R = 1/15 + 1/15 which is 2/15. അപ്പൊ R = 15/2 എന്നതായിരിക്കും അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതേപോലെ തിരിച്ചും വരാൻ കേട്ടോ. ഒരു സീരീസിന്റെ അകത്ത് ഒരു പാരലൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സീരീസ് വന്നു, പിന്നെ ഒരു ബ്രാഞ്ച് വന്നിട്ട് ഒരു പാരലൽ. ഇത് 15, ഇത് 5 5 എന്ന് വെക്കും. അപ്പൊ ആദ്യം ഇതിനെ സോൾവ് ചെയ്യുക പാരലലിന്റെ റൂൾ വെച്ചിട്ട്, എന്നിട്ട് അതിനെ ഒറ്റ റെസിസ്റ്റൻസ് ആയി കണ്ടിട്ട് ഈ സീരീസിനെയും ഇതിനെയും സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, ഒന്ന് പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുന്നു. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. സം ചെയ്താൽ മതി റെസിസ്റ്റൻസ്. ഓക്കെ, അവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിലും മാറുന്നു. പാരലൽ കോമ്പിനേഷൻ പറഞ്ഞു. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ചെയ്തിട്ട് പല റെസിസ്റ്റൻസ് പല ബ്രാഞ്ചിൽ വരും. അങ്ങനെ വരുമ്പോൾ 1/R = 1/R1 + 1/R2 + എക്സെട്ര അപ് ടു n. അതിനെ സോൾവ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് R കിട്ടും. ഓക്കെ, അവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും നമ്മുടെ വീട്ടിന്റെ കാര്യം ഓർത്താൽ മതി. പാരലൽ വരുമ്പോൾ വീട്ടിന്റെ കാര്യം ഓർത്താൽ മതി. വീട്ടിൽ എല്ലാ സ്ഥലത്തും വോൾട്ടേജ് 240 വോൾട്സ് ആണ്. ബാക്കി കറണ്ട് ആണ് പിന്നെ മാറുന്നത്. അപ്പൊ കറണ്ടിന്റെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 + I2 + എക്സെട്ര അപ് ടു IN. പിന്നെ നമ്മൾ കോമ്പിനേഷൻ പഠിച്ചു. സീരീസിൽ പാരലൽ വരാം, പാരലൽ സീരീസ് വരാം. ഇനി വൺ ലാസ്റ്റ് കാര്യം നമുക്ക് നോക്കാം. ഇതിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്യൂട്ട് ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, 3 റെസിസ്റ്റർ ഉണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എത്രയോ റെസിസ്റ്റർ n റെസിസ്റ്റർ ഉണ്ടെന്ന് വെക്കാം. ഞാൻ ഇവിടെ 3 വരയ്ക്കുവാണ്. 3നും 5 വോൾട്ട് 5 ഓം ആണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ എനിക്ക് അവിടെ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് പിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു സം ചെയ്താൽ മതി. അപ്പോ 5 + 5 + 5. അപ്പൊ ഇത് 3 ഈക്വൽ ആയി കഴിഞ്ഞാൽ, 3 ഈക്വൽ തന്നെയാണ്, 3 5 തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര റെസിസ്റ്റർ ഉണ്ടോ, ഇവിടെ 3 റെസിസ്റ്റർ ആണുള്ളത്, അപ്പൊ 3 × 5 ചെയ്താൽ മതി അല്ലെ. 5 + 5 + 5 3 × 5. ഓക്കെ, n റെസിസ്റ്റർ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കുറെ റെസിസ്റ്റർ ഉണ്ട് ഇപ്പുറത്തായിട്ട് n നമ്പർ ഓഫ് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും n ഇൻറ്റു എത്രയാണോ ഓരോ n നമ്പർ ഓഫ് റെസിസ്റ്റർ ഉണ്ട്, ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് R0 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് നെറ്റ് റെസിസ്റ്റൻസ് R കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ n × R0 ചെയ്താൽ മതി. ഓക്കെ, ഇനി പാരലലിൽ വരാം. ഇതേപോലെ പാരലൽ ഞാൻ പറയുവാണ്, ബ്രാഞ്ച് ചെയ്യുവാണ് ഒരു റെസിസ്റ്റർ. ഞാൻ വരയ്ക്കുന്ന മഹാ ബോറാണ് കേട്ടോ, ദയവ് ചെയ്ത് അതൊന്ന്
ടോളറേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കുറെ റെസിസ്റ്റൻസ്, ഓക്കെ, ഇങ്ങനെ കുറെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ആ റെസിസ്റ്ററിലെല്ലാം R0 ആണ്, ഓരോ റെസിസ്റ്റൻസ് R0 ആണ് എന്ന് വിചാരിച്ചോളാം. അങ്ങനെ n റെസിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിച്ചോളാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R0 ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അപ്പൊ സീരീസ് ആണെങ്കിൽ R ഈക്വൽ ടു n ഇൻറ്റു R0 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ R0 ഡിവൈഡഡ് ബൈ n ആയിരിക്കും. എപ്പോഴാ എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആവുമ്പോൾ. എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് ഓരോ റെസിസ്റ്ററും റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടലിന്റെ റെസിപ്രോക്കൽ എടുക്കുക പാരലൽ വരുമ്പോൾ. സീരീസ് ആണെങ്കിൽ ഓരോന്നും ആഡ് ചെയ്യുക. പക്ഷെ അഥവാ എല്ലാ റെസിസ്റ്ററും ഈക്വൽ ആണെങ്കിൽ, ഇഫ് n ഐഡന്റിക്കൽ റെസിസ്റ്റർ ഓഫ് വാല്യൂ r ആർ കണക്റ്റഡ്, എല്ലാ റെസിസ്റ്ററും ഐഡന്റിക്കൽ ആണ്, ഒരേപോലെയാണ്, എല്ലാത്തിന്റെ വാല്യൂ ഒന്നാണെങ്കിൽ മാത്രം നമുക്ക് സീരീസ് ആവുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് NR എന്നും പാരലൽ ആവുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് R/N എന്നും എഴുതാം. ഓക്കെ, സോ ഇന്ന് പഠിച്ചത് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Heat generated in a resistor ആണ് പറയുന്നത്. Heat generated in a resistor H will be always equal to I square R into T or V square T divided by R or VIT. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് തന്നെ പവർ പറയുമ്പോൾ ആ ടിയുടെ ടേം എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞാൽ മതി. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അവിടെ നിന്നും നമ്മൾ എങ്ങനെയാ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നത്, ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ഹീറ്റ് ലോസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കേസ് പറഞ്ഞു. എന്നിട്ട് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ, സീരീസ്, പാരലൽ ഇൻ സീരീസ്, സീരീസ് ഇൻ പാരലൽ, ഇത്രയും പറഞ്ഞു. പിന്നെ ഐഡന്റിക്കൽ റെസിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഡൗൺ ഇൻ ദ കമന്റ്സ്.